ദേശീയ ദിനാചരണം മെഡലുകളും രാജകീയ ബഹുമതികളും സമ്മാനിച്ച് സുൽത്താൻ. വൈഫൈ 7 സേവനവുമായി ഒമാൻ എയർപോർട്ട്സ് ലോകത്ത് ഒന്നാമത്. പ്രമേഹ പരിശോധനാ ക്യാമ്പയിൻ ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിൽ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സുൽത്താന്റെ സായുധ സേന, റോയൽ ഒമാൻ പോലീസ്, സൈനിക സുരക്ഷാ സേവനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ തുടങ്ങിയവർക്ക് മെഡലുകളും രാജകീയ ബഹുമതികളും സമ്മാനിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ദേശീയ ദിനാചരണത്തിന് മുന്നോടിയായി അൽ ബറക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു ബഹുമതികൾ കൈമാറിയത്. കൃത്യനിർവഹണത്തിനും സമർപ്പിത ശ്രമങ്ങൾക്കുമുള്ള അഭിനന്ദനവും പ്രോത്സാഹനവുമായാണ് സുൽത്താനിൽ നിന്നുള്ള ഈ അംഗീകാരം. റോയൽ കോർട്ട് മന്ത്രി ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ മാലിക് ബിൻ അബ്ദുള്ള അൽ ഖലീലി, ആഭ്യന്തരമന്ത്രി ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഉൾപ്പെടെയുള്ളവർ ബഹുമതി ഏറ്റുവാങ്ങി. അതേസമയം ഒമാൻ പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസയ്യിദ അഹദ് ബിൻ അബ്ദുള്ള അൽ ബുസൈദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയും സുൽത്താൻ സമ്മാനിച്ചു. യാത്രക്കാർക്കായി വൈഫൈ 7 സേവനം പൂർണ്ണമായും നടപ്പാക്കിയ ലോകത്തെ ആദ്യ എയർപോർട്ട് ഓപ്പറേറ്ററായി ഒമാൻ എയർപോർട്ട്സ് മാറി. ഗ്ലോബൽ ടെക്നോളജി കമ്പനിയായ ഹുവാവേയുമായി സഹകരിച്ചാണ് വിമാനത്താവളങ്ങളിൽ നെക്സ്റ്റ് ജനറേഷൻ കണക്ടിവിറ്റി സംവിധാനമായ വൈഫൈ 7 പദ്ധതി ഒമാൻ എയർപോർട്ട്സ് നടപ്പാക്കിയത്. ഒമാനിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇപ്പോൾ വൈഫൈ 7 സേവനം ലഭ്യമാണ്. അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനൊപ്പം സുരക്ഷയും ഇത് ഉറപ്പു നൽകുന്നു. സേവനങ്ങളുടെ ആധുനീകരണത്തിനും ആയാസകരമായ യാത്രാനുഭവം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒമാൻ എയർപോർട്ട്സിന്റെ പരിശ്രമങ്ങളിലെ നിർണായക ഘട്ടമാണിതെന്ന് ഒമാൻ എയർപോർട്ട്സ് സിഇഒ അഹമ്മദ് അൽ അമ്രി പ്രസ്താവനയിൽ പറഞ്ഞു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഒമാൻ ആരോഗ്യ മന്ത്രാലയവും ബദർ അൽ സമ ഹോസ്പിറ്റൽ ഗ്രൂപ്പും ചേർന്ന് നടത്തിയ ദേശീയതല സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പയിൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. 24 മണിക്കൂറിനുള്ളിൽ 12,714 പരിശോധന നടത്തിയ ദുബായ് ആസ്ഥാനമായ ആശുപത്രിയുടെ മുൻ റെക്കോർഡ് വെറും 5 മണിക്കൂർ 18 മിനിറ്റിലാണ് മറികടന്നത്. ക്യാമ്പയിനിൽ 24 മണിക്കൂറിനിടെ 30,799 പരിശോധനകൾ പൂർത്തിയാക്കി. ബദർ അൽ സമയുടെ 14 ശാഖകൾ ഉൾപ്പെടെ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പാർക്കുകൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, പൊതുപരിപാടി വേദികൾ തുടങ്ങി ഒമാനിലെ 120 ലൊക്കേഷനുകളിലായി 600 അംഗ മെഡിക്കൽ സംഘമാണ് പരിശോധനകൾ നടത്തിയത്. മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ഒമാനിൽ സമാപനമായി. മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കളെ സാക്ഷിയാക്കി 300-ൽ പരം വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. വിവിധ സ്കൂളുകളിൽ പഠിച്ച 90% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളാണ് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 GCC ജനറൽ മാനേജർ സവാബ് അലി, മിഡിൽ ഈസ്റ്റ് കോളേജ് ഡീൻ ഡോക്ടർ സാലിഹ് അൽ ഷൈബി, ഇമോഷണൽ ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീം, മീഡിയ 1 അഡ്വൈസറി ബോർഡ് മെമ്പർ ഇബ്രാഹിം ഹസൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.